ഇന്ന് നമുക്ക് ഈ ഷുഗർ ചീര, കപ്പച്ചീര, പപ്പായ ചീര, മരച്ചീര എന്നീ പേരിലറിയപ്പെടുന്ന ചായ മനുഷ്യൻ്റെ ഇല വെച്ചിട്ടാണ് ഇന്ന് വറവുണ്ടാക്കുന്നത്. വെരിക്കോസ് വെയിൻ ഉള്ളവർക്കും ഷുഗറുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കെല്ലാം ഉത്തമമായത് ഒരു ചീരയാണ്. നമ്മുടെ സാധാരണ ചീരേനേക്കാളും മുരിങ്ങയിലേനെക്കാട്ടും എല്ലാം ഔഷധ ഗുണങ്ങൾ ഒട്ടനവധിയുള്ളതും ഇതിൻ്റെ പാലിലാണെങ്കിൽ വിഷാംശം അടങ്ങിയതുമാണ്. ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് വരുന്ന പാല് മരച്ചീനിയുടെ അതേപോലെ തന്നെ പപ്പായയിലെല്ലാം പൊട്ടിക്കുന്ന ചെറിയൊരു പാലിലാണ്. ഇത് നന്നായിട്ട് കളഞ്ഞാൽ മാത്രം മതി. നമ്മുടെ ഷുഗർ ചീര ഇതുപോലെ അരിഞ്ഞെടുത്താൽ ഇതാണ്ട ചെറുതായി അരിഞ്ഞെടുത്ത് ഞാനിത് 3 പ്രാവശ്യം നന്നായിട്ട് കഴുകി പിഴിഞ്ഞതിന് ശേഷം 4ാമത് പിഴിയാതെ എടുത്തു വെച്ചതാണ്. ഇനി നമുക്കിതിനെപ്പറ്റി ഒട്ടും ഭയപ്പെടാനില്ല. ഈ ചായ മനസ ഇലയിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഏകദേശം 1/2 ടീസ്പൂണ്, ഉപ്പ് 3/4 ടീസ്പൂണ്, കാന്താരിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് കൈ കൊണ്ടൊന്ന് 2 മിനിറ്റ് ഒന്ന് ഞെരടി എടുക്കണം. കൈ കൊണ്ട് തിരുമ്മി എടുക്കുന്നത് വേഗത്തിൽ വേവാനും ഒന്ന് സോഫ്റ്റ് ആവാനും സാധിക്കും. അല്ലെങ്കിൽ ഇത് കുറച്ച് വേവ് കൂടുതലുള്ള ഇലക്കറിയാണ്. ഇലക്കറികളിൽ വെച്ച് ഏറ്റവും വേവുള്ളൊരു ഇലക്കറിയാണ് ഈ ചായ മനസയുടെ ഇല. നമുക്ക് മൺചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഈ ഇല ഞെരടുന്ന സമയത്ത് ഇലയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം, ഇലയിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഇത് ഞങ്ങൾ ഞെരടുന്നത് കൊണ്ട് ഈ വെള്ളം ഇറങ്ങി വരാനും സാധിക്കും. സ്റ്റവ് ഓണാക്കി ചെറുതീയിൽ വേവിച്ചെടുക്കുക. തിളക്കുന്നുണ്ട്. നമുക്ക് ഇളക്കി ഒരു 5 മിനിറ്റ് ഇളക്കി അടച്ചു കൊടുത്തതിന് ശേഷം ചെറുതീയിൽ തന്നെയാണുള്ളത്. ഞാനിത് അടച്ച് വേവിക്കാൻ തുടങ്ങിയിട്ടൊരു 8 മിനിറ്റോളായി. ഞെരടി എടുത്ത വെള്ളം ഉള്ളത് കൊണ്ട് അടിക്കൊന്നും പറ്റിയില്ല. ഇനി നമുക്ക് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. നമുക്കിനി തുറന്ന് വെച്ച് ഇതിൻ്റെ ജലാംശം ഒന്ന് വറ്റിച്ച് കളയാം. ഒരു തുറന്നിട്ട് ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇലക്കറി കഴിച്ച് നോക്കുമ്പോൾ നല്ല വേവായിട്ടുണ്ട്. ഒരു 10-16 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയിലേനേക്കാളും ചീരേനേക്കാളും മറ്റ് ഇലക്കറികളെക്കാട്ടും എല്ലാം ഗുണമുള്ള നല്ലൊരിനം ചീരയാണിത്. വെച്ച് പിടിപ്പിക്കാൻ എളുപ്പമാഴ്ചയിൽ ഒരു പ്രാവശ്യമോ ഇല 1-2 പ്രാവശ്യം കഴിക്കാൻ പറ്റുമെങ്കിൽ ശരീരത്തിന് വളരെ നല്ലതാണ്. ഞങ്ങൾ സാധാരണ ചീരയെല്ലാം വാങ്ങി കഴിക്കൽ വളരെ കുറവാണ്. ഇങ്ങനെ എന്തെങ്കിലുമെല്ലാം ഇടയ്ക്ക് കഴിക്കും. ഹീമോഗ്ലോബിൻ്റെ അളവെല്ലാം കൃത്യമായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു 10-17 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് എരിവൊക്കെ ഉണ്ട്. ഇനി നമുക്ക് വറുത്തിട്ട് ഇതിൽ ചേർക്കാം. നമുക്ക് വറുത്ത് ചേർക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് പുഴുങ്ങലരി കഴുകിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയുള്ളിയും ഒരു ഉണക്കമുളകും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. വരിയും നമ്മൾ വെളുത്തുള്ളി ആദ്യ സമയം ചേർത്തുകൊണ്ട് വെളുത്തുള്ളിയും കാന്താരിയും ചേർക്കണമല്ലോ, അതുകൊണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ ടേസ്റ്റി ഹെൽത്തിയായ ചായ മനസത്തോടെ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കി എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. വളരെ നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.